കുട്ടിയായിരിക്കുമ്പോൾ, അതും വെറും 14 വയസ്സ് പ്രായമുള്ളപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുക. താൻ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞിട്ടും നീതി കിട്ടാതെ പോകുക. എന്തൊരു വിധിയായിരിക്കുമല്ലേ അത്. പ്രായത്തിന്റെ ഇളവ് ലഭിച്ച ഏറ്റവും ക്രൂരത നിർഭയയോട് കാണിച്ച നിർഭയ കേസിലെ പ്രായപൂർത്തിയാകാത്ത പ്രതിയുടെ കാര്യമൊക്കെയാകും പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക. എന്നാൽ ഇവിടെ ഈ 14കാരൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതും സമാനമായ കാരണത്താൽ തന്നെയായിരുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് സൗത്ത് കരോളിനക്കാരനായ 14കാരൻ ജോർജ് സ്റ്റിന്നിയും. തെറ്റുകാരനല്ലാത്ത സ്റ്റിന്നി വിധി നടപ്പാക്കുന്നതിന് തൊട്ടു മുൻപ് വരെ എല്ലാവരോടും കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇതായിരുന്നു: താൻ തെറ്റ് ചെയ്തിട്ടില്ല. അവൻ തന്റെ ബൈബിൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കോടതിയിലും പറഞ്ഞത് ഇത് തന്നെയായിരുന്നു: താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. പിന്നീട് വധശിക്ഷ നടപ്പിലാക്കി വർഷങ്ങൾക്ക് ശേഷം ജോർജ് നിരപരാധിയായിരുന്നുവെന്ന് അതേ കോടതി തന്നെ വിധി പറയുകയും ചെയ്തു. എന്തായിരുന്നു ജോർജ് സ്റ്റിന്നിക്ക് സംഭവിച്ചത് എന്ന് നോക്കാം. 1944 ജൂൺ 16 ജോർജിനെതിരായ കേസിനടിസ്ഥാനമായ സംഭവം നടന്നത്. തെക്കൻ കരോലിനയിലെ പൈൻവുഡിൽ 1929 ജോർജ് സ്റ്റിന്നി ജനിച്ചത്. അൽക്കോളുവിലെ ഫാക്ടറി ജീവനക്കാരായ എയ്മെ, ജോർജ് സ്റ്റിന്നി സീനിയർ എന്നിവരായിരുന്നു മാതാപിതാക്കൾ. തികച്ചും ദരിദ്രമായ ചുറ്റുപാടിലായിരുന്നു സ്റ്റിന്നിയും സഹോദരങ്ങളും വളർന്നത്. അക്കാലത്ത് കടുത്ത വംശീയ വിവേചനം നിലനിന്നിരുന്നതിനാൽ ആ പ്രദേശത്ത് ഒരു റെയിൽവേ ട്രാക്കിന് അപ്പുറത്തും ഇപ്പുറത്തുമായാണ് കറുത്ത വർഗത്തിൽപ്പെട്ടവരും വെളുത്ത വർഗത്തിൽപ്പെട്ടവരും താമസിച്ചിരുന്നത്. ഇരു കൂട്ടരും പരസ്പരം അടുത്ത് ഇടപഴകിയിരുന്നില്ല. 1944 മാർച്ച് മാസത്തിലാണ് 14 വയസ്സ് മാത്രം പ്രായമുള്ള ജോർജിന്റെ ജീവിതം കീഴ്മേൽ മറിയുന്നത്. വീടിന് പരിസരത്ത് സഹോദരി എയ്മിക്കൊപ്പം കളിക്കുകയായിരുന്നു ജോർജ്. റെയിൽ ട്രാക്കിന് എതിർവശത്തെ പ്രദേശത്ത് താമസിച്ചിരുന്ന 11കാരി ബെറ്റി ജൂൺ ബിന്നിക്കറും 7 വയസ്സുകാരി മേരി എമ്മ തോംസും ആ സമയത്താണ് അവിടെ എത്തിയത്. മേപ്പോ പൂക്കൾ തേടിയായിരുന്നു പെൺകുട്ടികൾ എത്തിയിരുന്നത്. പൂക്കളെ കുറിച്ച് പെൺകുട്ടികൾ ജോർജിനോടും എയ്മിയോടും ചോദിച്ചു. പക്ഷേ ആ പൂക്കൾ എവിടെ കിട്ടുമെന്ന് തങ്ങൾക്കറിയില്ലെന്ന് ജോർജും എയ്മിയും മറുപടി നൽകി. ശേഷം ഈ പെൺകുട്ടികളെ കാണാതാവുകയായിരുന്നു. പിന്നീട് കുട്ടികളുടെ മൃതദേഹങ്ങൾ ചതുപ്പിൽ കണ്ടെത്തിയിരുന്നു. മരിക്കുന്നതിന് മുൻപ് പെൺകുട്ടികളെ കണ്ട ആളെന്ന നിലയിൽ ജോർജിനെയും 7 വയസ്സുകാരൻ ജോണിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ തങ്ങൾക്ക് ഒന്നും അറിയില്ലെന്ന് കെഞ്ചി പറഞ്ഞെങ്കിലും പോലീസ് അതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. വെളുത്ത വർഗക്കാരുടെ പ്രതിഷേധവും അതിരു കടന്നിരുന്നു. കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു പരിഗണനയും നൽകാൻ പോലീസ് തയ്യാറായതുമില്ല. എങ്കിലും ഒടുവിൽ സഹോദരനെ പോലീസ് കുറ്റവിമുക്തനാക്കി. മകനു വേണ്ടി ഒരു അഭിഭാഷകനെ വെക്കാൻ പോലും ആ കുടുംബത്തിന് ത്രാണിയില്ലായിരുന്നു. വെള്ളക്കാരെ ഭയന്ന് മാതാപിതാക്കൾ ഇളയ മകനെയും മകളെയും കൂട്ടി മറ്റൊരു നാട്ടിലേക്ക് പോകുകയും ചെയ്തു. ജോർജിന് വേണ്ടി വാദിക്കാൻ വന്നതാകട്ടെ വെള്ളക്കാരനായ പബ്ലിക് പ്രോസിക്യൂട്ടറും. നിരപരാധിയായ ജോർജിന്റെ തലയിൽ ചുമത്തിയ കുറ്റം ഇതായിരുന്നു: കൊല്ലപ്പെട്ട പെൺകുട്ടികളിൽ 11 വയസ്സുകാരി ബെറ്റി ജൂൺ ബിന്നിക്കറുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ ജോർജ് നിർബന്ധിച്ചു. അതിന് തയ്യാറാകാതിരുന്ന കുട്ടിയെ ജോർജ് കൊല ചെയ്തു. തെളിവ് നശിപ്പിക്കാൻ സഹോദരിയെയും കൊന്നു. ഇതെല്ലാം ജോർജ് സമ്മതിച്ചുവെന്നും പോലീസ് കുറ്റപത്രത്തിൽ എഴുതി. ഒടുവിൽ കേസ് കോടതിയിൽ എത്തിയപ്പോഴേക്കും വെള്ളക്കാരനായ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിലപാട് തീർത്തും നിരുത്തരവാദപരവും ആയിരുന്നു. കൊലപാതകത്തെ സംബന്ധിച്ച് പ്രോസിക്യൂഷന്റെയും പോലീസിന്റെയും വിവരണങ്ങളിൽ വൈരുദ്ധ്യങ്ങൾ ഒട്ടേറെ ഉണ്ടായിരുന്നു. അതൊന്നും പ്രതിഭാഗം അഭിഭാഷകൻ ചോദ്യം ചെയ്തില്ല. ഒടുവിൽ ആ 14 വയസ്സുകാരനെ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു. പെൺകുട്ടികളെ ആദ്യമായി കണ്ട ഒരാളും പോസ്റ്റ്മോർട്ടം ചെയ്ത 2 ഡോക്ടർമാരുമായിരുന്നു പ്രോസിക്യൂഷന്റെ സാക്ഷികൾ. ബെറ്റിയുടെ സ്വകാര്യ ഭാഗത്ത് ഉരഞ്ഞ പാടുകൾ ഉണ്ടായിരുന്നുവെന്നും അത് ചിലപ്പോൾ ബലാത്സംഗം ചെയ്യപ്പെട്ടത് കൊണ്ടായിരിക്കാമെന്നും ഡോക്ടർമാർ മൊഴി നൽകി. സാക്ഷികളെ വിസ്തരിക്കാനും പ്ലോട്ടൻ മെനക്കെട്ടില്ല. അങ്ങനെ വെറും 2 മണിക്കൂറുകൾ കൊണ്ട് പ്രമാദമായ ഒരു കൊലക്കേസിന്റെ വിചാരണ അവസാനിച്ചു. വെറും 10 മിനിറ്റുകൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷം ജൂറി വിധി പറയുകയും ചെയ്തു. ബെറ്റി ജൂൺ ബിന്നിക്കർ, 7 വയസ്സുകാരിയായ മേരി എമ്മ തോംസ് എന്നിവരുടെ കൊലപാതകങ്ങളിൽ ജോർജ് സ്റ്റിന്നി കുറ്റക്കാരനാണെന്ന് സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നു. തികച്ചും പൈശാചികമായാണ് ഇയാൾ പെൺകുട്ടികളെ കൊലപ്പെടുത്തിയത്. വധശിക്ഷയിൽ കുറഞ്ഞ ശിക്ഷ പ്രതി അർഹിക്കുന്നില്ല. ഇതായിരുന്നു വിധിയുടെ ഉള്ളടക്കം. ജോർജിന്റെ വിചാരണ കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് കോടതിക്ക് മുന്നിൽ തടിച്ചുകൂടിയത്. കറുത്ത വർഗത്തിലുള്ള ഒരാളെയും കോടതിയിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല. അന്തിമവിധിയിൽ ജനക്കൂട്ടം ആർത്തു വിളിച്ചു:
കൊലയാളിക്ക് പരമാവധി ശിക്ഷ നൽകിയതിൽ ജൂറിയെ അഭിനന്ദിച്ചു. അറസ്റ്റിന് ശേഷം മാതാപിതാക്കളെ കാണാൻ ഒരിക്കൽ പോലും ജോർജിനെ പോലീസ് അനുവദിച്ചു പോലുമില്ല. എന്നാൽ ശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപ് മാതാപിതാക്കളെ കാണാൻ ജോർജിനെ അനുവദിച്ചു. ഒടുവിൽ 1944 ജൂൺ 16 ജോർജ് ഇലക്ട്രിക് ചെയറിലിരുത്തി വിധി നടപ്പിലാക്കി. ആ വിധി നടപ്പാക്കിയത് തന്നെ അത്യന്തം ക്രൂരമായിരുന്നു. താൻ തെറ്റുകാരനല്ല, കൊല്ലരുതേ എന്ന് അവൻ വഴിയിലുടനീളം യാചിച്ചു. ഒടുവിൽ എക്സിക്യൂഷൻ ചേംബറിലേക്ക് അവനെ കയറ്റിവിടുമ്പോൾ അവൻ നെഞ്ചോട് ചേർത്തിരുന്നത് ഒരു ബൈബിൾ മാത്രമായിരുന്നു. മുതിർന്നവർക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത വൈദ്യുത കസേരയിൽ ജോർജിനെ ബന്ധിപ്പിക്കാൻ അധികൃതർക്ക് സാധിച്ചില്ല. കാരണം അവനെ ബന്ധിച്ച സ്ട്രാപ്പുകൾ അയഞ്ഞു കിടക്കുകയായിരുന്നു. അതിനവർ കണ്ടെത്തിയ പോംവഴി തീർത്തും മനുഷ്യത്വരഹിതവുമായിരുന്നു. ജോർജിനെ ഇരുത്തിയ കസേരയ്ക്ക് മുകളിൽ അവന്റെ ബൈബിൾ പിടിച്ചു വാങ്ങിവെച്ചു. അതിനു മുകളിൽ ജോർജിനെ ഇരുത്തി പൊക്കം കറക്റ്റ് ചെയ്തു. ശേഷം 2400 വോൾട്ട് കറന്റ് അവന്റെ ശരീരത്തിലേക്ക് കടത്തിവിട്ടു. അധികം വൈകാതെ തന്നെ ആ കുഞ്ഞു ശരീരം നിശ്ചലമായി. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം 2004 കേസ് വീണ്ടും ജനശ്രദ്ധ നേടി. അതിന് കാരണമായത് അൽക്കോളുവിലെ ജോർജ് ഫ്രയർസൺ എന്ന ചരിത്ര അന്വേഷകനും. ജോർജിന്റെ കേസ് സംബന്ധിച്ച ഒരു പഴയ പത്രവാർത്ത ഫ്രയർസണിന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് അതിന് നിമിത്തമായത്. ജോർജിന്റെ വിചാരണ നീതിപൂർവമായിരുന്നില്ലെന്ന് മനസ്സിലായ ഫ്രയർസൺ ഈ കേസ് ആഴത്തിൽ ഗവേഷണം നടത്തി. സൗത്ത് കരോലിനയിലെ ഒട്ടേറെ നിയമവിദഗ്ധരുടെ ശ്രദ്ധ നേടി. തുടർന്ന് ബോസ്റ്റണിലെ നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റി ഓഫ് ലോയിലെ സിവിൽ റൈറ്റ്സ് ആൻഡ് റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് പ്രോജക്ട് ജോർജിന്റെ കേസ് പരിഗണിക്കുകയും ചെയ്തു. 2013 ജോർജിന്റെ സഹോദരി എയ്മിയും മറ്റ് കുടുംബാംഗങ്ങളും ചേർന്ന് മനുഷ്യാവകാശ പ്രവർത്തകനും അഭിഭാഷകനുമായ സ്റ്റീവ് മെക്കൻസിയുടെ നിർദ്ദേശപ്രകാരം 2014 ജനുവരി മാസത്തിൽ പുനർവിചാരണ ആരംഭിച്ചു. അതിൽ നിർണായകമായ ഒട്ടേറെ വിവരങ്ങളാണ് പുറത്തുവന്നത്. സഹോദരങ്ങളുടെ മൊഴി അനുസരിച്ച് പെൺകുട്ടികളുടെ കൊലപാതകം നടന്നുവെന്ന് പറയുന്ന സമയത്ത് ജോർജ് സ്റ്റിന്നി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. തലയോട്ടി പൊട്ടി ഗുരുതരമായ രക്തസ്രാവം ഉണ്ടായിട്ടും പെൺകുട്ടികളുടെ മൃതദേഹം കണ്ടെത്തിയ കുഴിയിൽ അധികം രക്തമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ മറ്റൊരിടത്ത് വെച്ച് കൊലപ്പെടുത്തി അവിടെ കൊണ്ടിട്ടതാകാനാണ് സാധ്യത. അതേക്കുറിച്ചൊന്നും പോലീസ് രേഖകളിൽ പരാമർശിച്ചിട്ടില്ല. തുടങ്ങി നിരവധി നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വന്നത്. ഒടുവിൽ 2014 ഡിസംബർ 16 കാർഡമൻ ഡി മുള്ളൻ കേസിലെ അന്തിമവിധി പ്രസ്താവിച്ചു. അറസ്റ്റ് മുതൽ വധശിക്ഷ വരെയുള്ള സംഭവ വികാസങ്ങൾ പരിശോധിച്ചാൽ എല്ലായിടത്തും ജോർജ് സ്റ്റിന്നിയുടെ അവകാശങ്ങൾ ഉടനീളം ലംഘിക്കപ്പെട്ടു. നീതിപൂർണമായ വിചാരണ ഈ കേസിൽ നടന്നില്ല. 14 വയസ്സുള്ള ഈ കുട്ടിക്ക് നേരിടേണ്ടി വന്നത് ക്രൂരവും അസാധാരണവുമായ ശിക്ഷയാണ്. 70 വർഷത്തിനു ശേഷം ജോർജിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള കോടതി വിധിയുടെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു. എങ്കിലും യഥാർത്ഥ പ്രതി ആരാണെന്ന കാര്യത്തിൽ അന്വേഷണങ്ങൾ തുടർന്നു. ഒടുവിൽ അന്വേഷണങ്ങൾ ചെന്നെത്തിയത് ധനിക വ്യവസായിയായ ജോർജ് ബുർക്ക് സീനിയറുടെ മകൻ ജോർജ് ബുർക്ക് ജൂനിയറിലായിരുന്നു. ജോർജ് സ്റ്റിന്നിക്ക് വധശിക്ഷ നൽകിയ ജൂറിയിലെ പ്രധാന അംഗങ്ങളിൽ ഒരാൾ കൂടിയായിരുന്നു ജോർജ് ബുർക്ക് സീനിയർ. ജോർജ് സ്റ്റിന്നിയുടെ അമ്മ കുറച്ചുകാലം ജോർജ് ബുർക്ക് സീനിയറുടെ വസതിയിൽ ജോലിക്ക് പോയിരുന്നു. ജോർജ് ബുർക്ക് സീനിയർ ഒരിക്കൽ ദുരുദ്ദേശത്തോടെ പെരുമാറിയപ്പോൾ അമ്മ അവിടുത്തെ ജോലി എന്നേക്കുമായി അവസാനിപ്പിച്ചു. അതിന്റെ പേരിൽ ഇയാൾക്ക് സ്റ്റിന്നി കുടുംബത്തോട് വൈരാഗ്യമുണ്ടായിരുന്നു. നാട്ടിൽ സ്ത്രീലമ്പടനായി അറിയപ്പെട്ടിരുന്ന ജോർജ് ബുർക്ക് ജൂനിയർ പെൺകുട്ടികളെ കൊലപ്പെടുത്തിയെന്നും മകനെ രക്ഷിക്കാനായി പിതാവ് ജോർജ് ബുർക്ക് സീനിയർ മനഃപൂർവ്വം കാര്യങ്ങളെ വഴിതിരിച്ചു വിടുകയായിരുന്നു എന്നതിലേക്ക് തെളിവുകൾ നീണ്ടു. 2022 ജനുവരിയിൽ ജോർജ് സ്റ്റിന്നിയുടെ പേരിൽ സൗത്ത് കരോലിനയിലെ ഒരു ബില്ല് പാസാക്കി. നിരപരാധിയായിരുന്നിട്ടും വധശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ $10 മില്യൺ നഷ്ടപരിഹാരം നൽകണമെന്ന് നിയമം വന്നത് ആ ബില്ല് പാസാക്കിയതിനു ശേഷമാണ്. ആ തുക ജോർജ് സ്റ്റിന്നി ഫണ്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ജോർജിന്റെ ജീവിതം നിരവധി സിനിമകൾക്കും നോവലുകൾക്കും ആധാരമായെങ്കിലും വൈകി കിട്ടിയ നീതി അനുഭവിക്കാൻ ജോർജ് സ്റ്റിന്നി ഇല്ലാതെ പോയി എന്നത് ഇന്നും വേദനയായി തുടരുകയാണ്.